എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, വായനാരാമത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ 10ാമത് ലക്കത്തിലേക്ക് കടക്കാം. ശാന്തയുടെ സഹോദരി മല്ലികയുടെ ഭർത്താവ് തൂങ്ങി മരിച്ചു. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ യാതൊരു ലക്കും ലഗാനുമില്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും എന്ന് വേണം പറയാൻ. എന്തായാലും അതിൽ നിന്നുണ്ടായ പ്രസക്തമായ ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത ലക്കത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്നേഹസ്വാഗതം. എല്ലാവരും അവരവരുടെ മുറികളിൽ ചേക്കേറി. നിശബ്ദത. വിളക്ക് കൊളുത്തേണ്ട പരിപാടി കൂടി വേണ്ടല്ലോ. മരിച്ച വീടല്ലെങ്കിലും മരിച്ചയാൾ ഇന്നലെ വരെ കഴിഞ്ഞ വീട്. ഒരു കുഞ്ഞു കുട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. സാവിത്രിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാവാം കയറി വന്നത്. മല്ലികയ്ക്കും കുടുംബത്തിനും നാട്ടുകാരുമായുള്ള ബന്ധം വ്യക്തമായി. കഷ്ടമെന്നേ പറയണ്ടു. മല്ലിക ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ചെറുപ്പത്തിൽ. എന്തോ കഴിഞ്ഞത് കഴിഞ്ഞു. ഭർത്താവിനേക്കാളും കേമന്മാരായാണ് മക്കളുടെ പോക്ക്. പണ്ടം മുഴുവൻ വിറ്റ് കളഞ്ഞാലും മരം മുറിച്ചു വിറ്റാലും വീട് പണയം വെച്ചിട്ടില്ലായിരുന്നു. സ്ഥലം വിൽക്കാനും ഒരുങ്ങിയില്ല. അച്ഛൻ വരുത്തി വെച്ച കടത്തിൻ്റെ ഓർമ്മയാണത്രേ. എത്ര കള്ളു കുടിച്ചാലും മല്ലികയെ ചീത്ത വിളിച്ചാലും ദേഹോപദ്രവം ഏൽപ്പിക്കാറില്ല. രാമുവിൻ്റെ ആദ്യത്തെ ഭാര്യ ഒഴിവാക്കിയതും രണ്ടാമത്തെ ഭാര്യ പറയുന്നതും കാരണം കയ്യാങ്കളിയാണ്. ഇവനൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഈ ശീലം? സോമുവിനൊരു ദുശീലവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല എന്നാണ് മല്ലിക പറയുന്നത്. പെൺചൊല്ലി കേട്ട് നല്ല ജോലി കളഞ്ഞ് ബിസിനസ്സുകാരനാക്കിയതിൻ്റെ ഫലമാണ് ഇങ്ങനെയായത്. പിന്നെ അവൾക്ക് വിലസാൻ കാറും വാങ്ങി, ബ്യൂട്ടി പാർലറും ഷോപ്പിങ്ങും ഒക്കെയായി. വലിയ പണക്കാരുടെ സ്റ്റൈൽ ജീവിതം. അവൾ അടുക്കളയിൽ കയറില്ല. മിക്കപ്പോഴും പാഴ്സലും ഹോട്ടലും. എന്തിനാ അവളെ പറയുന്നത്? അവനും ചിന്തിക്കണ്ടേ? 10 പൈസ എടുക്കാൻ കുടുംബത്ത് വഴിയില്ല എന്ന്. ഇനി ഏതു പ്രായത്തിലാണ് ഉത്തരവാദിത്വം വരണത്? രണ്ടാളോടും മിണ്ടാൻ കൂടി തോന്നിയില്ല. അച്ഛൻ മരിച്ച മക്കളാണ്, ഒന്ന് സമാധാനിപ്പിക്കേണ്ടതാണ്. രാമു വലിയ കരച്ചിലായിരുന്നു. മല്ലികയുടെ ഫോൺ റിങ് ചെയ്തു. എടുത്തു. രേഖ. വല്യമ്മയാണല്ലേ? ഞാൻ രേഖയാ വല്യമ്മേ. മനസ്സിലായി. വല്യമ്മയ്ക്ക് യാത്ര ചെയ്ത് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല കുട്ടി. അവളെ ഒറ്റയ്ക്ക് എങ്ങനെയാക്കും? നിൻ്റെ അമ്മയ്ക്ക് വരാൻ വയ്യല്ലോ. അച്ഛൻ പാവം. എന്നിട്ടും ആ കാലും വെച്ച് വന്നു പോയി. എല്ലാം ശരിയാക്കി. നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. വേറെ ആരാ വല്യമ്മയുള്ളത്? കൊച്ചമ്മ കിടക്കാണോ? കരച്ചിലാണോ? കരച്ചിലും ബഹളമൊന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തെത്തിക്കണു. പാവം. എന്തൊക്കെ സഹിച്ചു. കൊച്ചമ്മ ഒന്നും ചെയ്യാൻ മതിയായിരുന്നു. എല്ലാറ്റിനും വഴി കാണാം. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തും. അമ്മയുടെ കൊച്ചമ്മ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. ഞാനുള്ളപ്പോൾ പാടില്ല. എൻ്റെ കൊച്ചമ്മയല്ലേ. ഞാൻ വല്യമ്മയും കൊച്ചമ്മയും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കണ്ടേണേ. 5 വയസ്സ് വരെ നിങ്ങളല്ലേ എന്നെ വളർത്തിയത്. കൊച്ചമ്മയെ വല്യമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. ഫോണിൽ വരുമോ കൊച്ചമ്മ? അതിനെന്താ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ബാങ്കുകാർ വന്നിരുന്നു. അവർ 1 മാസത്തെ ഇട തന്നിട്ടുണ്ട്. അവളെ ഞാൻ കൂടെ കൊണ്ടുപോകും. മക്കൾ അവരുടെ വഴി നോക്കട്ടെ. ഞാൻ ഫോൺ അവളുടെ കൈ കൊടുക്കാം. ഫോൺ മല്ലികയ്ക്ക് കൊടുത്തു. പുറത്തേക്ക് പോയി. കേൾക്കാൻ നിന്നില്ല. 8 മണിയായി. ആരും കഴിക്കാൻ എത്തിയിട്ടില്ല. ഞാനെന്തിനന്വേഷിക്കണം? ഒരു പെണ്ണ് വീട്ടിലുണ്ടല്ലോ മരുമകളായി. തളത്തിൽ 2 ചാല് നടന്ന് അകത്ത് ചെന്നപ്പോൾ മല്ലിക ഫോൺ വെച്ചിരിക്കുന്നു. തേങ്ങി തേങ്ങി കരയുന്നു. എന്തു പറ്റി? ഒന്നുമില്ല വല്യേച്ചി. അവളുടെ സ്നേഹം കണ്ടപ്പോൾ കരഞ്ഞതാ. അതിൻ്റെ 10-1 എൻ്റെ മക്കൾക്കില്ലല്ലോ. നീ സമാധാനിക്ക്. എല്ലാം ശരിയാവും. നീ മാറണം. ഞങ്ങൾ പറയണത് അനുസരിക്കണം. അവൾ അടുത്ത് തന്നെ വരൂ ഇത്രേ. രാമുവിന് വിസ ശരിയാക്കിയിട്ടുണ്ട്. അവൻ കുടിയൊക്കെ നിർത്തിയിത്രേ. ഇനി ശരിയായിക്കോളും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കരച്ചിൽ വന്നു. ഇതൊരു വഴിത്തിരിവാവും. നീ സ്ട്രിക്റ്റായി നിന്നാൽ മതി. എല്ലാം ശരിയാവും. ഗോപിയേട്ടൻ്റെ സന്തോഷം മാത്രം നോക്കി ജീവിച്ച് ഒരു ജന്മം കളഞ്ഞു കുളിച്ചു. ഇനി എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. വലിയ അഭിമാനിയായിരുന്നു. 2 ആൺമക്കളെ പെറ്റപ്പോഴും അവരെ വളർത്തുമ്പോഴും. അഭിമാനം എന്നല്ല പറയേണ്ടത്, അഹങ്കാരം. അതിനുള്ളത് ദൈവം തന്നു. മതി. നീ മിണ്ടാതെ നമശിവായി ജപിച്ച് കിടക്ക്. വല്ലതും കഴിച്ച് കിടക്കാം. ചെക്കന്മാരെ ഒന്ന് വിളിച്ചേക്കാം. അവർ വന്ന് ഭക്ഷണം കഴിച്ച് പോയാലല്ലേ വാതിൽ പൂട്ടി കിടക്കാൻ പറ്റൂ. എഴുന്നേറ്റ് തളത്തി ചെന്നപ്പോൾ രാമു ഇറയത്തിരിക്കുന്നു. നിൻ്റെ അനിയനെ വിളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്ക്. എന്നിട്ട് വേണം എനിക്ക് വാതിൽ തഴുതിട്ട് ലൈറ്റ് കിടത്തി കിടക്കാൻ. രാമു പോയി അനിയനെയും ഭാര്യയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവർക്കും പ്ലേറ്റ് വെക്ക്. ഞാൻ മല്ലികയെ വിളിക്കാം. മല്ലികയെയും വിളിച്ച് ഊന്തളത്തിലെത്തിയപ്പോഴേക്കും രാമു പ്ലേറ്റ് നിരത്തിയിരുന്നു. മരുമകൾ പുതുപ്പെണ്ണിൻ്റെ പോലെ ഒഴിഞ്ഞു നിൽക്കുന്നു. സോമുവും രാമുവും കൂടി എല്ലാം വിളമ്പി. നല്ല വിശപ്പ് വല്യമ്മേ. ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ശേഖരമാമി മുഷിപ്പിക്കണ്ടെന്ന് വെച്ച് വഴിപാട് കഴിച്ചു പോകുന്നതാ. ഇതാരേ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയേ? നല്ല രുചി. രാമു. സാവിത്രി കൊണ്ടുവന്നതാ.
കൂടുതൽ സംസാരിക്കാതെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും ഒന്നും സോമുവിൻ്റെ ഭാര്യ ചെയ്യുമെന്ന് തോന്നിയില്ല. നേരെ പള്ളിയറയിലേക്കുള്ള യാത്രയിലാണ്. ഭർത്താവ് ഭാര്യയെ അനുഗമിച്ചു. രാമു അടുക്കളയിലേക്ക് നടന്നു. പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കി വന്നു. അവൻ വരുവോളം തളത്തിലിരുന്നു. മല്ലിക പോയി കിടന്നിരുന്നു. രാമു അടുത്തു വന്നിരുന്നു. വല്യമ്മേ, ഒരുപാട് തെറ്റുപറ്റി. മനസ്സിലായപ്പോഴേക്കും ജീവിതം നശിച്ചിരുന്നു. അച്ഛൻ ചെയ്ത പോലെ ചെയ്യാൻ ധൈര്യം ഉണ്ടായില്ല. പട്ടിണി വരെ കിടന്നു. ഒക്കെ എൻ്റെ പ്രവൃത്തി ദോഷം. തിരുപ്പൂരെ കുടുസ് മുറിയിലെ ജീവിതം നിസ്സാര കാശിന് വേണ്ടി ചെയ്യേണ്ടി വന്ന അധ്വാനം എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു. തിരിച്ചു വരാനോ നിങ്ങളെ ആരെങ്കിലും കാണാനോ ധൈര്യം ഉണ്ടായില്ല. അത്രയ്ക്ക് വലിയ തെറ്റുകളല്ലേ ചെയ്തു കൂട്ടിയത്. രേഖ ചേച്ചിയുടെ നമ്പറിൽ വെറുതെ വിളിച്ചതാ. കുട്ടിക്കാലത്തെ ഓർമ്മയ്ക്ക് കുടി നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ രേഖ ചേച്ചി എൻ്റെ കാര്യം ഏറ്റു എന്ന് പറഞ്ഞു. സമാധാനിപ്പിച്ചതാണെന്നാണ് വിചാരിച്ചത്. എല്ലാ ആഴ്ചയും വിളിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയും. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന വീഡിയോസ് അയക്കും. വിസ ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം അയച്ചു കൊടുത്തിരുന്നു. 2 ദിവസം മുമ്പ് പറഞ്ഞു ശരിയായി ഇരുന്നോളാൻ. എവിടെ ആയാലും വേണ്ടില്ല. നിൻ്റെ അമ്മ ഇനി കണ്ണീര് കുടിപ്പിക്കാൻ പറ്റില്ല. വില കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും. നിങ്ങളായി നിങ്ങളുടെ പാടായി. വല്യമ്മ കൊണ്ടുപോയിക്കോളാം. ഇതുവരെ വല്യമ്മ കണ്ട രാമല്ല. ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല. അമ്മയോടും എൻ്റെ 2 മക്കളോടും ചെയ്ത് തെറ്റ് തിരുത്തണം. നന്നായാൽ നിനക്ക് കൊള്ളാം. അമ്മയ്ക്കിനി ഒരുപടി ചോറും വസ്ത്രവും വേണം. അതിനുള്ള വഴി ഇപ്പോഴും എനിക്കുണ്ട്. നീ പോയി കിടന്നോ, ബാക്കി നാളെ പറയാം. രാമു എഴുന്നേറ്റ് പുറത്ത് കിടന്നു. വാതിലടച്ച് തഴുതിട്ടു. ഒരു നിലയ്ക്ക് നന്നായി പുതിയ മുറികൾ പുറത്തായത്. ഒരു ചെറിയ ചായ്പെടുത്ത് അടുക്കളയാക്കിയാൽ വാടകയ്ക്ക് കൊടുക്കാം. 5000 6000 കിട്ടും. ലൈറ്റ് കെടുത്തി മരുന്ന് കഴിച്ച് കിടന്നപ്പോൾ മല്ലിക ഉറക്കമായിരുന്നു. മീന പറഞ്ഞതുപോലെ 5 മിനിറ്റ് എടുത്തില്ല മകൾ വന്ന് കയറാൻ. റൂമിലൊന്ന് എത്തിച്ചു നോക്കി ബാത്റൂമിൽ കയറി. മേമ ആസ്പത്രിയിൽ നിന്ന് വന്നാൽ കുളിച്ച് അമ്മാമ്മയുടെ അടുത്ത് വരാറുള്ളൂ. പല രോഗികളും വരണതല്ലേ. മീന കാപ്പി കൊണ്ടുവന്നു 2 പേർക്കും. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് കാപ്പി. ഇളയമ്മ കാപ്പി കുടിക്ക്, ഞാൻ അമ്മമ്മയുടെ അടുത്തിരുന്നോളാം. അവൾ വരട്ടെ. മകൾ വേഗം കുളി കഴിഞ്ഞ് വേഷം മാറി വന്നു. പൾസ് നോക്കി. പോകാനുള്ള ഒരുക്കത്തിലാ. തങ്കുവാ, കാപ്പി കുടിക്കാം. ആസ്പത്രി കൊണ്ടുപോയി ICUവിൽ ഇട്ടിട്ട് എന്താ, ഇവിടെ കിടക്കട്ടെ. മക്കളെയൊക്കെ അറിയിക്കാം. ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം. അല്ലാണ്ടേ ഒന്നും ചെയ്യാനില്ല. പെട്ടെന്ന് തങ്കുവിനെ കണ്ടപ്പോൾ ഉണ്ടായൊരു മാറ്റാ. എനിക്ക് തോന്നി ലീന തങ്കുവെന്ന് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അധികം കഷ്ടപ്പെടുത്താൻ ഞാൻ മതി. ദൈവം എന്നെ കാത്തു കിടന്നതാ. അതന്നെയാണ് എനിക്കും തോന്നണേ. ഓർമ്മ ഉള്ളപ്പോൾ എപ്പോഴും പറയും എനിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയെന്ന്. അമ്മയുടെ അടുത്തിരുന്നോളൂ, ഞാൻ എല്ലാവരെയും വിളിച്ചു പറയട്ടെ. മോൾ ഫോണെടുത്ത് പുറത്തു പോയി. കുറച്ച് സമയത്തിനുള്ളിൽ ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനമായി. മോൾ വന്ന് എല്ലാം ശരിയാക്കി. വലിക്കുന്നതിൻ്റെ പ്രയാസം ഒന്ന് കുറഞ്ഞു. മീനെ, ആശ്വാസാനന്ദം ഗുളിക 2 കൂടി നന്നായി പൊടിച്ച് ജീരകഷയത്തിൽ ചാലിച്ച് കൊണ്ടുവന്നോളാം. രാത്രി കുറച്ച് കഞ്ഞി വെച്ചാൽ മതി. നമുക്ക് പിടിയിരി ഉണ്ടാവില്ലേ? മേമേ, ഞാൻ ശരിയാക്കാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കുറച്ച് ദിവസം കിടക്കുന്ന അമ്മയെ പരിചരിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത്. അമ്മയെന്ന തോന്നൽ മനസ്സിൽ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. കുടുംബത്ത് കഴിഞ്ഞ കാലത്ത് അപരിചിതരായിരുന്നു. മോളെ എന്നൊന്നും വിളിച്ചിട്ടില്ല. മടിയിൽ വയ്ക്കുകയോ കുളിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ചമ്മയാണ് തന്നെ കുളിക്കാറാവും മുമ്പേ കുളിപ്പിച്ചിരുന്നത്. മുടി ചീന്തി കെട്ടി തന്നിരുന്നതും. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയത് മുതൽ വീട്ടിലെ പണിക്കാരിയായി. അമ്മ കിടപ്പ് തന്നെ. എഴുന്നേറ്റ് നിന്നാൽ കാലുമ്മക്കൂടി രക്തം ഒഴുകും. അത്ര ചോരപ്പോക്ക്. ചത്തുപോവാഞ്ഞതിൽ അത്ഭുതം തോന്നുന്നുണ്ട്. തെങ്ങിൻ്റെ വേര് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ കുളിക്കും. ചിലപ്പോൾ അച്ചമ്മ എവിടുന്നോ ഇരന്ന് തെങ്ങിൻ പൂക്കുല കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ് പഞ്ചാരയിട്ട് കൊടുക്കും. അപ്പോൾ തൽക്കാലം നിൽക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയപടി. കുഞ്ഞുണ്ണി നീരോ എന്തൊക്കെയോ അച്ചമ്മ കുടിപ്പിക്കും. നിങ്ങളിത്തിരി വിഷം കലക്കി തരൂ, എനിക്ക് അനുഭവിച്ച് മതിയായി ജന്മം. അമ്മ പ്രാകും. പാവം, ഇങ്ങനെ എണീക്കാൻ വയ്യാതെ എല്ലും തോലുമായി കിടന്നിരുന്ന ജീവി എങ്ങനെ ഗർഭിണിയായി? അതും അത്ഭുതം. എന്തായാലും രക്തം പോക്ക് നിന്നു. എൻ്റെ കാലിനാ വയറ്റിൽ. ഇതിന് ചുമന്ന് പെറാനുള്ള ശക്തി ഒന്നും എനിക്കില്ല. എങ്ങടെ പ്രാരാബ്ദം കൂടെയുള്ളൂ. 15 വയസ്സായി എൻ്റെ മോക്ക്. അവൾക്കൊരു കുട്ടീനെ പെറാൻ പറ്റുമോ? തള്ളേ, എങ്ങടെ മോനെ ആ കാലം മാടനെ കൊന്നു കളഞ്ഞോളാ. ഇനി ഒരു പെണ്ണിനെ വയറ്റിലുണ്ടാക്കല്ലേ. ഒരു ദിവസം അച്ചമ്മയോട് പറയണത് കേട്ടു. പാവം, അച്ചമ്മ ഒന്നും മിണ്ടാതെ പോയി. ആരെ കുറ്റം പറയും? അമ്മയുടെ മനസ്സിൽ എത്ര ദണ്ണം ഉണ്ടായിരുന്നിരിക്കും. അച്ചമ്മ എന്തു പിഴച്ചു. 2 ആണുങ്ങളുടെ എല്ലാ കൊള്ളാരതയ്മകളും സഹിച്ചു. മകൻ അതിലും കൊള്ളരുതാത്തവനായി. അത്ര ദാരിദ്ര്യം അനുഭവിക്കേണ്ട കുടുംബമൊന്നും ആയിരുന്നില്ല. അച്ഛനും ചെറിയ അച്ചാച്ചനും കിട്ടുന്ന കാശിൻ്റെ 3/4 ഭാഗവും ഷാപ്പിൽ കൊടുക്കും. ആകാശം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായി കഴിയാം.
ഒരു പട്ടിണിയും വേണ്ട. അച്ചമ്മയെ കൊണ്ട് പറ്റണ പണിയൊക്കെ അച്ചമ്മ ചെയ്തിരുന്നു. പുളികുരു കുത്താൻ പോവും. ഓരോ വീടുകളിൽ ഓലമടയണ കാലത്ത് ഓലമടയാൻ പോവും. ചൂലിഴിഞ്ഞു കൊടുക്കാൻ പോവും. എവിടെയെങ്കിലും നടന്ന് ഒരു കിഴുക്കെട്ട് അരിയും കൊണ്ടേ വരൂ. അമ്മയുടെ നെറ്റിലും മൂക്കത്തുമൊക്കെ വിയർപ്പ് പിടിക്കുന്നു. ഒരു ടവലെടുത്ത് തുടച്ചു. എന്തേ അമ്മാമ്മയ്ക്ക്? ലീന ഓടിക്കൊണ്ടു വന്നു. ബഹളം വെക്കണ്ട, അമ്മാമ്മയ്ക്ക് ഇത്തിരി കൂടുതലാണ് മകൾ. ഒരുപാട് മരണങ്ങൾക്ക് അടുത്ത് നോക്കിയിരിക്കേണ്ട വന്നിട്ടുണ്ട് കൃപയിൽ. കയ്യോ കാലോ തലോടി കൊടുക്കും. ഒരിക്കൽ ഒരമ്മമ്മയെ തലോടി കൊടുക്കുമ്പോൾ അപ്പുറത്ത് കിടന്നിരുന്ന മറ്റൊരമ്മമ്മ പറഞ്ഞത് ഓർക്കുന്നു. ശ്വാസത്തിൻ്റെ അസ്ഖിത തുടങ്ങിയ ആളെ തൊടാൻ പാടില്ല അത്രേ. ഊർധ്വൻ മഹാൻ എന്നൊക്കെ കുറേ ശ്വാസങ്ങൾ വലിച്ചു കഴിഞ്ഞിട്ടാണ് അത്രേ മരിക്കുക. വലിച്ചു തുടങ്ങിയ ആളെ മറ്റൊരാൾ തൊട്ടാൽ വലിച്ചതൊക്കെ ആദ്യമേ വലിക്കേണ്ടി വരും എന്ന് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ. അത് പറഞ്ഞ അമ്മമ്മ ഊർധ്വാനും മഹാനും ഒന്നും വലിക്കാതെ പെട്ടെന്ന് പോയി. മീന് ചാലിച്ചു കൊണ്ടുവച്ച കഷായം തുമ്പുകൊണ്ട് ഇടയ്ക്ക് ഇറ്റിച്ചു കൊടുക്കും. ശ്വാസം വലിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും കൊടുത്താൽ ശിരസിൽ പോകുന്ന നഴ്സുമാർ പറയാറുണ്ട്. തങ്കുവിനറിയാലോ അധികം വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന്. 5 കൊല്ലം കിടപ്പ് രോഗികളെ നോക്കിയതാ. മാസത്തിൽ 1-2 പേർ മരിക്കും. കൂടുതലും ആരും ഇല്ലാത്തവരാ. കണ്ണടപ്പിക്കലും വായടപ്പിക്കലും അവസാനം വെള്ളം കൊടുക്കലും. ഹോം നഴ്സായി പോയപ്പോൾ അത്രയില്ല. എല്ലാവരും മരിക്കാറായവരല്ല. എന്നാലും ചിലതൊക്കെ വേണ്ടി വരാറുണ്ട്. വീട്ടുകാർ കാണും. അമ്മയ്ക്ക് അത്രയ്ക്കുള്ള വലിയില്ല. ചിലർ വലിക്കണ വലി എല്ലും കൂടെ തിന്നാവുന്നത്ര ശക്തിക്കാണ്. എവിടുന്നാ അത്ര ശക്തിയെന്ന് തോന്നും. അധികം ബുദ്ധിമുട്ടിക്കരുതേന്ന് പ്രാർത്ഥിച്ചോളൂ. ഫോൺ ബെല്ലടിച്ചു. മകൾ ഫോണും കൊണ്ട് പുറത്തു പോയി. അമ്മയെ നോക്കിയിരിക്കുമ്പോൾ മറ്റൊരാളാണെന്ന് തോന്നും. മനസ്സിലുള്ള ദേവു മുഷിഞ്ഞു കീറിയ കള്ളിമുണ്ടും നരച്ച ജാക്കറ്റും പാറിപ്പറന്ന തലയും എല്ലും തോലുമായൊരു കോലം. ഇപ്പോഴാളു മാറി. വലിയ വീട്ടിലെ സ്ത്രീകളെപ്പോലെ ഐശ്വര്യം വന്നു. നല്ലോണം വെളുത്ത് തടിച്ചു. ഭംഗിയുള്ള മൂക്കുത്തിയും കഴുത്തിലും മാലയും. വെള്ളയിൽ കൊച്ചു കൊച്ചു പൂക്കളുള്ള നൈറ്റിയാണ് ഇടിവിച്ചിരിക്കുന്നത്. നെറ്റിയിൽ രാവിലെ തൊടുവിച്ച ചന്ദനക്കുരു മാഞ്ഞിട്ടില്ല. നേരത്തിന് ഭക്ഷണം കിട്ടിത്തുടങ്ങി. കള്ളുകുടിയന്മാരുടെ ബഹളമില്ലാത്ത വീട്. പഠിച്ച് നേരെയായ മക്കൾ. അമ്മയുടെ ജീവിതത്തിൻ്റെ പകുതി സന്തോഷത്തിൻ്റേതായിരുന്നു. തങ്കു ഒരു മുള്ളായി മനസ്സിൽ കിടന്നു. എന്തായാലും സമാധാനത്തോടെ കണ്ണടയ്ക്കാറായല്ലോ. ഇനി തങ്കു പോയി കഞ്ഞി കുടിച്ച് കുറച്ചു നേരം കിടന്ന് വിശ്രമിക്കൂ. ഞാൻ കഞ്ഞി കുടിച്ചു. മകൾ വന്ന് അമ്മയുടെ അടുത്തിരുന്നു. മീന് വിളമ്പിത്തന്ന ചൂടുള്ള പൊടിയേരിക്കഞ്ഞി കോരി കുടിച്ചു. ഉച്ചക്കലത്തെ ചമ്മന്തിയുടെ സ്വാദില്ലെങ്കിലും മീനയുടെ ചമ്മന്തി നന്നായിരുന്നു. കാലത്ത് മുതലേയുള്ള ഇരിപ്പും നിൽപ്പും നല്ല പുറംവേദന. മേമ ഇവിടെ കിടന്നോളൂ. ലീന കിടക്ക വിരിച്ചു തന്നു. നടുനിവർത്തി കിടന്നപ്പോഴേക്കും മുറ്റത്ത് കാർ വന്നു നിന്നു. കാർത്ത് വന്നതായിരുന്നു. ടീച്ചറുടെ അനിയത്തി തൃശ്ശൂർന്ന് വന്ന കാറിൽ തന്നെ പോകുന്നു. അവിടെ ആളായില്ലോ. എന്തേ പ്രത്യേകിച്ച്? ഇളയമ്മ കണ്ടപ്പോൾ തങ്കൂന്ന് വിളിച്ചു. കുറേ കരഞ്ഞു. പിന്നെ ബോധം പോയതാ. മീന: അമ്മയ്ക്ക് ഒറ്റ ദുഃഖേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വന്ന് കണ്ടുല്ലോ. സമാധാനത്തോടെ പോട്ടെ. കാത്തു അമ്മ കിടക്കുന്ന മുറിയിലേക്ക് പോയി. എപ്പോഴോ ഒന്നും മയങ്ങിപ്പോയി. മൂത്രമൊഴിക്കാൻ എണീറ്റപ്പോഴാ പാവം മകള് പകല് മുഴുവൻ ജോലി ചെയ്ത് വന്നതല്ലേ എന്നോർത്തത്. 12 മണി കഴിഞ്ഞു. മൂത്രമൊഴിച്ചു കഴിഞ്ഞ് മുഖവും കഴുകി അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. കാർത്തുവാണ് അമ്മയ്ക്ക് അടുത്തിരിക്കുന്നത്. മകൾ സൈഡിലിട്ട ദീവാനിയിൽ കിടന്നുറങ്ങിയിരിക്കുന്നു. പോയി കിടന്നോ, ഞാനിരുന്നോളാം. കാർത്തുവിനോട് മെല്ലെ ചെവിയിൽ പറഞ്ഞു. ഞാനിരുന്നോളാം കാത്തു. എനിക്ക് കണ്ടു മതിയായില്ല. നീ പോയി കിടന്നോ. കാത്തു ചെന്ന് കിടന്നു. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദവും കോളിംഗ് ബെല്ലും. മകൾ ചാടി എഴുന്നേറ്റ് പുറത്തുപോയി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അനിയത്തിമാരും അനിയന്മാരുടെ ഭാര്യമാരുമായി കുട്ടികളും ഒക്കെയുണ്ട്. അനിയത്തിമാരെ ഒന്നും കണ്ടാൽ തിരിച്ചറിയില്ല. അത്ര മാറ്റം. പണ്ടത്തെ പാണൻ ഗോവിന്ദൻ്റെ ഗൃഹിണിക്കുന്തങ്ങളായ മക്കളെവിടെ? അവരായി സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് മാറ്റം. എല്ലാവരും വന്ന് കാല് തൊട്ട് തൊഴുതു. കുഞ്ഞാത്തോള് രാവിലേക്ക് എത്തും. മകൾ: നെറ്റിയും കഴുത്തും കാണുമ്പോൾ തോന്നണത് ഏറിയാൽ 1 മണിക്കൂർ. ചേച്ചിക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ചേച്ചി പറയണതാവും ശരി. കുട്ടികൾ പോയി കിടക്കൂ. ലീന തളത്തിൽ പായ വിരിച്ചിട്ടുണ്ട്. തങ്കും കാത്തും ഒക്കെ കിടന്നോളാം. ഞാനും ചേച്ചിയും കൂടി ഇരുന്നോളാം. ഞാൻ കിടക്കണില്ല മോളെ. അനിയത്തിമാരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഉറക്കം വരില്ല. നിങ്ങളൊക്കെ തങ്കുവിനും മറന്നിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ മറക്കാനാ? ഞങ്ങളെ തേച്ച് കുളിപ്പിച്ച് വളർത്തിയതല്ലേ ഒരനിയത്തി. കഞ്ഞിക്കിണ്ണത്തിന് വറ്റു പിഴിഞ്ഞ് ഞങ്ങളുടെ കിണ്ണത്തിലേക്ക് ഇടാറുള്ളത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അപ്പ ഓർമ്മ വരും. അമ്മയും മറന്നാലും തങ്കുവിനെയും അച്ചമ്മയും മറക്കില്ല മറ്റേ അനിയത്തി. കിടന്നോളാം. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ. 2 ആളെയും പിടിവിടുവിച്ച് അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ കഴുത്തിൽ ഞരമ്പ് നന്നായി വലിഞ്ഞിരുന്നു.
കൃപയിലെ അച്ഛൻ പറയും കരണഞരമ്പെന്ന്. അനിയൻ്റെ ഭാര്യ പറഞ്ഞ പോലെ വേഗമാവാനാണ് സാധ്യത. തമ്പ്രാട്ടിയമ്മയെ കഷ്ടപ്പെടുത്തല്ലേ, മനസ്സിൽ പറഞ്ഞു.